ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു എജുപോഡ്. യെസ്, നിങ്ങൾ സ്വന്തം അവിനാമിസാണ്. അപ്പോൾ നമ്മളെ ക്ലാസ് 7ലെ മക്കളെ നമ്മൾ എജുപോഡിനൊപ്പം പഠിച്ചു തുടങ്ങാം അല്ലേ. അപ്പോൾ മിസ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എജുപോഡ് സൂപ്പർ ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വ്യാഴാഴ്ച തേഴ്സ്ഡേ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് 1 ഇയർ ഒരു വർഷത്തെ കോഴ്സാണ് കിട്ടാൻ പോകുന്നത്. ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, എക്സാം, ഡെയിലി ടാസ്ക്, അതുപോലെ തന്നെ സൂം ലൈവ്, ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അതിന് പുറമെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വേണ്ട കുറച്ച് കണ്ടന്റ്സും എന്ത് ചെയ്യും, ഈ ഒരു യൂട്യൂബ് ചാനലിലോട്ട് മിസ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫാക്കൽറ്റീസ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ടുവാർഡ്സ് എ 100-fold yield അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കും നമുക്കൊന്ന് സെറ്റ് ആക്കിയാലോ. നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നിയ ഒരു ടോപ്പിക്കാണിത്. ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ഏതാണ്? നമ്മളെ അഗ്രികൾച്ചർ സെക്ടേഴ്സ് അല്ലെങ്കിൽ കാർഷിക സംരംഭങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. എന്താണ്, ഇതാണ് ഫ്ലവേഴ്സ് അല്ലേ, പൂക്കൾ അല്ലേ. ഫ്ലവേഴ്സിൻ്റെ എന്താണ് നമ്മൾ കൾച്ചർ എന്ത് പറയും, നമുക്ക് എന്ത് പറയാം, അതെ ഫ്ലോറികൾച്ചർ ആയിട്ട് പറയാം അല്ലേ. എന്താണ് ഫ്ലോറികൾച്ചർ, ഫ്ലവേഴ്സ്, ഫ്ലോറികൾച്ചർ രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ. അപ്പോൾ സെറ്റ് അല്ലേ ഇടാം. പിന്നെയോ നമ്മൾ എന്താ ഇത്, നമ്മളെ സിൽക്ക് വേം അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുവാണ് അല്ലേ. എന്താണ് നമ്മളെ പട്ട് അല്ലേ, എന്താ പട്ട് സിൽക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ റിയറിങ് ഓഫ് സിൽക്ക് വേം അല്ലെങ്കിൽ എന്താണ് നമ്മളെ പട്ടുനൂൽ പുഴുവിൻ്റെ ഇപ്പം കൾച്ചർ നമുക്ക് എന്ത് പറയാം, അതേ സെറികൾച്ചർ, സിൽക്ക് വേം എന്ന് ഓർമ്മിക്കുക കേട്ടോ. മലയാളം മീഡിയം മക്കളും ഇംഗ്ലീഷ് മീഡിയം മക്കളും എന്ത് ഓർമ്മിക്കണം, സിൽക്ക് വേം എന്ന് ഓർമ്മിക്കുക. സിൽക്ക് സെറി അല്ലേ, എന്താണ് സാരി എന്ന് ഓർമ്മിച്ചാൽ മതി. സിൽക്ക് സാരി, സിൽക്ക് സെറി, സിൽക്ക് വേം സെറികൾച്ചർ. ഓക്കെ അല്ലേ. അപ്പം മൂന്നാമതാണ് നമ്മൾ എന്താണ് തേനീച്ച. ഈ തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അയ്യോ അപ്പോ എന്ന് പറയൂലേ, അതുപോലെ തന്നെ എപ്പികൾച്ചർ. ഓക്കെ, എപ്പികൾച്ചർ. ഇനി നമ്മുടെ 4th വൺ ആണ് നമ്മൾ ക്യൂട്ടായിട്ടുള്ള മുയൽ അല്ലേ. എന്താ ഈ റാബിറ്റൊക്കെ വളരെ ക്യൂട്ടല്ലേ. അപ്പം നമുക്ക് എന്ത് ഓർമ്മിക്കാം, ക്യൂണികൾച്ചർ. ആരാണ് ക്യൂട്ട്, അതെ മുയൽ അല്ലെങ്കിൽ റാബിറ്റ് ആണ് എന്ത് ക്യൂട്ട് അല്ലേ. ക്യൂട്ട് എന്താണ് ക്യൂണികൾച്ചർ. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് കൂൺ അല്ലേ. കൂണിന് എന്താ ഇംഗ്ലീഷ് പറയാ, എൻ്റെ മക്കളൊന്ന് ഓർമ്മിച്ച് നോക്കി. അതെ മഷ്റൂം എന്നാ പറയാ അല്ലേ. അപ്പം മഷ്റൂമിൻ്റെ എന്താ കൾച്ചർ നമുക്ക് എന്ത് പറയും, മഷ്റൂം കൾച്ചർ. നിങ്ങൾ കൂടുതലും എന്താണ് മലയാളം മീഡിയം മക്കളും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് പേരുകൾ ഓർമ്മിച്ച് വെക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുള്ള പേരുകൾ കിട്ടും. മഷ്റൂം എന്താ മക്കളെ, മഷ്റൂം കൾച്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ ആരാണ്, നമ്മളെ മീൻ അല്ലേ, എന്താ ഫിഷ്. നമുക്ക് ഫിഷിനാ പിസ് എന്ന് ഓർമ്മിക്കാം. എന്നാ പിസ്. ഓക്കെ, അപ്പം പിസികൾച്ചർ. ഫിഷിന് നമ്മൾ എന്താക്കി, പിസ്സാക്കി. അപ്പം എന്താ പിസികൾച്ചർ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാ നോക്കിക്കേ, ഇതാരാണ്, അതെ കോഴി അല്ലേ. അപ്പോൾ കോഴി എന്താണ് പൗൾട്രി ഫാമിങ്. ഈ കോഴി വളർത്തൽ എന്താണ്, പൗൾട്രി ഫാമിങ്. ഓക്കെ, കോഴി വളർത്തൽ എന്ത് പറയാം നമുക്ക്, പൗൾട്രി ഫാമിങ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താ കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ എന്താ കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ എന്താ റിയറിങ് ഓഫ് കാറ്റിൽസ് അല്ലേ. നമ്മൾ എന്താ പറയാ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ എന്താ കൾച്ചറിൻ്റെ പേരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.